അമ്മയാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാനൊരു കുഞ്ഞു യാത്രയുള്ള വീഡിയോ ആണ്. വേറെ ഒന്നുമില്ല, യാത്ര മീൻസ് എപ്പോഴും ഇടയ്ക്കൊക്കെ പോകുന്ന സ്ഥലം തന്നെ. ഇടയ്ക്കങ്ങനല്ല, എൻ്റെ സമാധാനത്തിന് പോകുന്ന ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഒന്ന് എൻ്റെ ആറ്റുകാൽ ദേവീക്ഷേത്രം, രണ്ട് എൻ്റെ മഹാദേവന്റെ അടുത്തൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണുന്നതിന് മുമ്പേ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. എങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ പോയിട്ട് ആറ്റുകാൽ ദേവീക്ഷേത്ര നടയിലെത്തിയിട്ടുണ്ട്. എൻ്റെ സ്വന്തം അമ്മയുടെ നടയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അത്രയും വെള്ളവും പിന്നെ അതാണ്ട ഇവിടെ എന്തോ പണി നടക്കുന്നുണ്ട് കേട്ടോ. ക്ഷേത്രം ട്രസ്റ്റുകാര് എന്തായാലും അടിപൊളിയാക്കാൻ പോവുകയാണ്. ക്ഷേത്രത്തിന്റെ പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ വന്നിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ ഇങ്ങോട്ട് വന്നിട്ട്, പക്ഷെ വരാത്തതിന്റെ ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. അതിപ്പോ ഇന്നിപ്പോ മാറും, ആ വിഷമം മാറും. ഇനി കുറച്ചു നേരം ഇവിടെ ഇരിക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടും. പൊങ്കാലയ്ക്കൊക്കെ ഇനിയിപ്പോ കുറച്ചുകൂടെയൊക്കെ സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഇത് ആണ് നമ്മുടെ ആൽമരം. ഒരു കാര്യം പറയാം, അകത്ത് ഫോൺ അലൗഡ് അല്ല. അപ്പം അറിയാമായിരിക്കുമല്ലോ, അവിടെ ഭയങ്കര വാച്ച് വരെ നമ്മൾ ഈ ഇലക്ട്രോണിക് വാച്ച് ഒക്കെ ഉണ്ടല്ലോ, അതുവരെ മാറ്റി വെക്കണമെന്നാണ്. ഇലക്ട്രിക്കൽ ഉപകരണങ്ങളൊന്നും അതിനകത്ത് പ്രവേശിപ്പിക്കത്തില്ല. അപ്പം അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. പക്ഷെ നാരങ്ങ വിളക്കൊക്കെ കൊളുത്തുന്ന അതൊരു നേർച്ച ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അമ്മയുടെ മുമ്പിൽ പറഞ്ഞിട്ട് നാരങ്ങ വിളക്ക് കൊളുത്തണം, നാരങ്ങ വിളക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പം നമുക്കിപ്പോൾ നാരങ്ങ വിളക്ക് കൊളുത്തും, അപ്പം അതൊക്കെ കാണാൻ പറ്റും. പിന്നെ വേറൊരു സംഭവം, ഇവിടെ കുട്ടികളുടെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഞാനും ഡാൻസ് പഠിക്കാൻ പോയി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഡാൻസ് എന്ന് കേൾക്കുമ്പോൾ ഒരു ഹരമാണ്, കാണാനൊരു രസമാണ്. അപ്പൊ അതിന്റെ വിഷ്വൽസും കാണാം. വിളക്കിന് പൈസ അടച്ച് അങ്ങനെ വിളക്ക് കത്തിക്കാൻ വാങ്ങാൻ പോവാണ്. 5 വിളക്കാണല്ലേ, 75. തൊഴുതു മനസ്സിനൊരു ഭയങ്കര സമാധാനം വെക്കേണ്ടത്. എപ്പോഴായിരുന്നാലും ഇവിടെ വരുമ്പോൾ അങ്ങനെ തന്നെയാണ്, മനസ്സിനൊരു സമാധാനം. കുറച്ച് ദിവസത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അമ്മയോട് പറഞ്ഞു കഴിയുമ്പോൾ ഒരു സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടുത്തെ ഡാൻസ് പെർഫോമൻസ് കുട്ടികളുടെ അത് നല്ല രീതിയിൽ വാച്ച് ചെയ്തു. നല്ലതായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്ത് എൻ്റെ മഹാദേവൻ്റെ, എൻ്റെ സ്വന്തം മഹാദേവൻ്റെ ഘോഷയാത്രയിലേക്ക് അവിടേക്ക് പോവുകയാണ്. ബാക്കി വിശേഷങ്ങൾ അവിടെ പോയി. അപ്പൊ അങ്ങനെ എൻ്റെ മഹാദേവന്റെ അടുത്ത് എത്തി. മഹാദേവന്റെ അടുത്ത് എൻ്റെ ക്ഷേത്രമാണ് ഇവിടെ, എൻ്റെ ക്ഷേത്രം, നമ്മുടെ എല്ലാവരുടെയും ക്ഷേത്രം. എപ്പോൾ വേണം വരാം. പക്ഷെ ഭഗവാൻ ഇവിടെ ഇല്ല. പക്ഷെ ഭഗവാന്റെ പ്രസൻസ് ഇവിടെ ഉണ്ട്. എൻ്റെ നന്ദി ഇവിടെ ഉണ്ട്. നന്ദിയുടെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം.
നന്ദിയോട് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടൊരു കാര്യം ഞാൻ പറഞ്ഞു, അത് ഭഗവാനോടും പറയുകയാണ്, ആറ്റുകാലമ്മയടുത്ത് പോയപ്പോഴും പറഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ ഇനി മുന്നോട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ എല്ലാം ദൈവത്തിന്റെ ഒരു സ്നേഹവും കരുതലും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മൾ പ്രയത്നിക്കുക എന്ന് പറയുന്നത് ശരീരാരോഗ്യവും സുഖവും അസുഖങ്ങളൊന്നും വരാതെ കാത്തു സൂക്ഷിക്കുന്നത് ഭഗവാനാണ്. അപ്പൊ അങ്ങനെ ഒരു വിശ്വാസമുണ്ട് 100%. ഇതാണ് ഇവിടുത്തെ, അതൊക്കെ കുട്ടൻ, നമ്മുടെ പൊന്നു മോന്റെ മക്കളെ, എന്റെ പൊന്നേനക്ക്. അപ്പോ കരുതല് വേണം. അപ്പൊ എന്തായാലും എൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു, ഭഗവാനെ കണ്ടു. കുറച്ചു നേരം ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നു. ഒരുപാട് സന്തോഷം, ഒരുപാട് മനസ്സിന് ഒരുപാട് സമാധാനം ഒക്കെ ഉണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട കുറച്ച് സംഭവങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് പ്രത്യേകിച്ച് എൻ്റെ ആറ്റുകാലമ്മയുടെ നടയിൽ ഞാൻ പോയത്, കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പോയത്. എല്ലാം പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ അടുത്ത്. അമ്മ അതെല്ലാം എനിക്ക് ശരിയാക്കി തരുമെന്ന വിശ്വാസമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഉടനെ തന്നെ എന്താണെന്നുള്ള കാര്യവും ആ സസ്പെൻസും നിങ്ങൾക്ക് ഉടനെ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഇനിയും നിങ്ങൾ എന്നെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുക, സ്നേഹിക്കുക, കൂടെ കൊണ്ടുപോവുക. മറക്കരുത് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ബൈ.